നമസ്കാരം, ഞാൻ ആറ്റുകാൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതുവർഷഫലം. ഇതാ വീണ്ടും ആഗമനമായി. ചിങ്ങമാസം വരെയാണ് 1200 വർഷം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അപ്പം മേടം മുതൽ മീനം വരെയുള്ള രാശി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ചിങ്ങക്കുറുകാർക്ക് എങ്ങനെ ഈ വരുന്ന 1199 വർഷം കർക്കിടക മാസം 32 വെള്ളിയാഴ്ച അന്ന് രാത്രി 7:34 ധനുക്കൂറിൽ പൂരാടം 2-ാം പാദത്തിൽ ചിങ്ങരവി സംക്രമം. അപ്പോൾ ഇംഗ്ലീഷ് ഡേറ്റ് പറയുകയാണെങ്കിൽ 2024 ആഗസ്റ്റ് 16 മുതൽ 2025 ആഗസ്റ്റ് 17 വരെ. അപ്പോൾ ചിങ്ങക്കുറിൻ്റെ ഫലമാണ് ഇനി പറയുന്നത്. ചിങ്ങരാശി മകം പുരം ഉത്തര കാലടങ്ങുന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് ഈ വരുന്ന അതായത് 2025 മെയ് മാസം വരെ വ്യാഴൻ്റെ സഞ്ചാരം, മെയ് 14 വരെ വ്യാഴൻ്റെ സഞ്ചാരം 10-ലാകയാൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ജോലി മാറ്റം സംഭവിക്കുകയാണ്. അതായത് നിൽക്കുന്ന ജോലിയിൽ നിന്ന് വിട്ടുമാറുക, പുതിയ സംരംഭം നോക്കുക, അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുക. ഇപ്പോൾ ബിസിനസ് മേഖലയിലാണെങ്കിലും ഒരു ബിസിനസ് നിർത്തി വേറെ മറ്റൊരു ബിസിനസ് തുടങ്ങുക. പഠന വിഷയത്തിലാണെങ്കിലും കുട്ടികൾ അലസത കാണിച്ചിട്ട് ഈ പഠനം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വേറെ പഠനത്തിലോട്ട് മാറുക. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും. അത് മീനമാസം വരെ. ഇതിലൊരു പ്രത്യേകത, അത് ഈ വർഷം കൊല്ലവർഷം 1200 നമുക്ക് 4 ഗ്രഹമാറ്റം സംഭവിക്കുകയാണ്. അതായത് മെയ് 14 2025 മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്നും മീനത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. ഒരു വർഷ കാലയളവ്. മാർച്ച് 29 ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. രാഹുകേതുക്കൾ മെയ് 18 രാഹു കുംഭത്തിലോട്ടും കേതു കന്നി നിന്ന് ചിങ്ങത്തിലോട്ടും സഞ്ചരിക്കുകയാണ്. പിന്നെ വേറൊരു ഗ്രഹമാറ്റം 90 ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണ്. അത് കുജനാണ്, അത് ചൊവ്വ. ഈ വർഷം 2024 വർഷം ഒക്ടോബർ 20 മുതൽ 2025 ജനുവരി 21 വരെ 90 ദിവസം അസംഗം സംഭവിക്കുകയാണ് കുജന്. അത് കർക്കിടകത്തിലാണ് സംഭവിക്കുന്നത്. കർക്കിടക രാശിയിലാണ് കുജൻ്റെ സഞ്ചാരം. അപ്പോൾ ഇനി ഫലം നോക്കാം. എന്തുകൊണ്ടും നമുക്ക് അതായത് മകം പൂരം ഉത്തരം കാലിന് മെയ് 14 വരെ സമയം അത്ര നന്നല്ല. 5-8-ാം ഭാവാധിപനായ വ്യാഴം 10-ൽ സഞ്ചരിക്കുന്നത് നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും ഉപജീവന മാർഗമാണെങ്കിലും എല്ലാത്തിനും തടസ്സമാണ് കാണുന്നത്. അപ്പോൾ പരിഹാരം പറയാം. വ്യാഴൻ്റെ 10-ലെ സഞ്ചാരം ശ്രീ ദക്ഷിണാമൂർത്തിക്ക് കടൽമാല സമർപ്പിക്കുക, നെയ്ദീപം കത്തിക്കുക. ഇപ്പം ദക്ഷിണാമൂർത്തി അമ്പലം അടുത്തില്ലെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം ഷഷ്ടിക്ക് കൊടുക്കുന്നത് നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ 7-ൽ നിന്നും ശനി മാറി മാർച്ച് 29 8-ൽ വരെയാണ്. അപ്പോൾ അഷ്ടമ ശനി എന്ന് പറയും. അതും ഇത്തിരി ദോഷമാണ് നമുക്ക് കാണുന്നത്. ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ കുജൻ 12-ലാണ് സഞ്ചാരം 90 ദിവസം. അത് നമുക്ക് ഇത്തിരി ദോഷമാണ് കാണുന്നത്. എന്തുകൊണ്ടും ഈ വർഷം അതായത് 1200 വർഷം നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. പിന്നെ മെയ് 14 ശേഷം വ്യാഴം മിഥുനത്തിലാണ്. അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് 11-ലാണ് സഞ്ചാരം. മീനത്തിന് ശേഷം നമുക്ക് വളരെ അനുകൂലമാണ് കാണുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. വിവാഹാദി കാര്യങ്ങളിൽ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഈ കാലയളവിന് ശേഷം അതായത് മെയ് 14 ശേഷം വിവാഹാദി കാര്യങ്ങളിലൊക്കെ നമുക്ക് ഐശ്വര്യപൂർണ്ണമായിട്ട് നടക്കും. പിന്നെ പ്രായമായവരുണ്ടെങ്കിലും 12-ലെ കുജൻ്റെ സഞ്ചാരം അത്ര നന്നല്ല. ആ 90 ദിവസത്തെ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. അതായത് ഒക്ടോബർ 20 മുതൽ ജാനുവരി 21 വരെ കണ്ണിന് അസ്വസ്ഥത വരാനോ രാത്രി യാത്ര ഒഴിവാക്കുക,
ചെറിയ ഓപ്പറേഷൻ പോലെ എന്തെങ്കിലും, അതായത് കണ്ണിന് ഓപ്പറേഷൻ പോലെ എന്തെങ്കിലും വരാനുള്ള സാധ്യത കാണുന്നു. അലച്ചിൽ കൂടുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും ഈ 90 ദിവസ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് 1200 വർഷം, അതായത് കൊല്ലവർഷം 1200 വർഷഫലത്തിൽ നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. ശുഭമസ്തു.